بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمدا رسول الله. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلة حيلتنا أدركنا. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, നമ്മൾ വിശുദ്ധ മൗലിദുൽ ഹുസ്നൈനിയുടെ 13 ഹിസ്ബുകളും ചെറിയ സാരം പറഞ്ഞ് പൂർത്തീകരിക്കുകയുണ്ടായി. ഇനി 14ാമത്തെ ഹിസ്ബാണ് ഹിസ്ബുൽ കഫാല. ഹിസ്ബുൽ കഫാല എന്നാണ് ഈ ഹിസ്ബിൻ്റെ പേര്. കഫാല എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുക, പരിപാലിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറുപ്പം മുതൽക്കുണ്ടായ പരിപാലനങ്ങൾ, സംരക്ഷണങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് ഈ ഹിസ്ബിൽ പറയുന്നത്. وكان ينشأ يوما نشأة شهر خلاف سائر الصبيان، فكان يتزحلق معهم في كل جانب إذ بلغه الشهران، وفي 3 أشهر يقوم على قدميه ورجلاه منصوبتان. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി പ്രായത്ത്, ശൈശവത്തിലുണ്ടായ പ്രകടനങ്ങൾ. വക്കാന യൻഷഉ യൗമൻ നശ്അത ഷഹരിൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓരോ ദിനവും ഒരു മാസത്തിൻ്റെ വളർച്ചയായിരുന്നു. ദിവസത്തിന് മാസത്തിൻ്റെ വളർച്ച. ഖിലാഫ സായിരി സുബിയാൻ, മറ്റു ശിശുക്കൾ അങ്ങനെയല്ല. മറ്റു കുട്ടികൾ ഒരു ദിവസത്തെ വളർച്ചയെ വരുന്നുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. ഒരു ദിവസം ഒരു മാസത്തിൻ്റെ പക്വത വന്നിട്ടുണ്ട്. ഫകാന യതസഹ്ലഖു മഅഹും ഫീ കുല്ലി ജാനിബിൻ ഇദ് ബലഗഹു അശ്ശഹ്റാൻ. അപ്പോൾ ഫകാന യതസഹ്ലഖു മഅഹും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് കൂടെ, വീട്ടുകാരോട് കൂടെ കറങ്ങുമായിരുന്നു. ഫീ കുല്ലി ജാനിബിൻ, എല്ലായിടത്തും. ഇദ് ബലഗഹു അശ്ശഹ്റാൻ, 2 മാസമാകുമ്പോൾ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് നടന്നിട്ടല്ല, കാലിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ള നടത്തമല്ല, മുട്ടുകുത്തിയോ മറ്റൊരാളുടെ സഹായത്തോടു കൂടെയോ എല്ലായിടത്തും കറങ്ങും. ചെറിയ കുട്ടികളാവുമ്പോൾ ഉമ്മമാർക്ക് ഒരു ദിവസം 2 മാസം പ്രായമാകുമ്പോഴൊന്നും ഉമ്മമാർക്ക് അല്ലെങ്കിൽ ആ കുട്ടികളുടെ ബന്ധുക്കൾക്ക് സ്വതന്ത്രമായി എടുത്തു നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റിയ അവസ്ഥ. അഫീ 3 അശ്ഹുരിൻ, 3 മാസമാകുമ്പോൾ യഖൂമു അലാ ഖദമൈഹി, 3 മാസമെത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേവലം 3 മാസം പ്രായമെത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാലിൽ നിൽക്കും. വരിജ്ലാഹു മൻസൂബത്താൻ, 2 ചെരുപ്പടിക്കാരിൽ നിൽക്കും. വരിജ്ലാഹു മൻസൂബത്താൻ, 2 കാലും നേരെ വെച്ചിട്ട്.
വളവില്ലാതെ നേരെ വെച്ച് നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായി. വഫി അർബഅത്തിൻ 4 മാസമാകുമ്പോൾ യംഷി മാസിക്കല്ലിൽ ജുദറാൻ ചുമര് പിടിച്ച് 4 മാസം പ്രായമാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ തുടങ്ങി. വഫി ഖംസത്തിൻ 5 മാസമാകുമ്പോൾ തഖ്വ അലാ മശീഹിർ റിജ്ലാൻ കേവലം 5 മാസമാകുമ്പോൾ 2 കാലിൽ നല്ല രൂപത്തിൽ നടക്കാൻ ശക്തി പ്രാപിച്ചു. എവിടെയും പിടിക്കാതെ, ചുമരിലോ മറ്റൊരാളെ ആശ്രയിക്കാതെ, ചുമരിൽ പിടിക്കാതെ നല്ല ശക്തിയോടെ നടക്കാൻ സാധിച്ചു. വഫി സിത്തത്തിൻ 6 മാസമാകുമ്പോൾ യുസ്രിഉ ഫിൽ മശീ വൽ ജബലാൻ നടത്തത്തിലും അനക്കങ്ങളിലും സ്പീഡ് കൂട്ടാൻ തുടങ്ങി. സ്പീഡിൽ നടക്കാൻ, സ്പീഡിൽ ചലിക്കാൻ പക്വത എത്തി. 6 മാസം പ്രായമാകുമ്പോൾ അഫീ സബഅത്തിൻ യസ്അ 7 മാസം പ്രായമാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടാൻ തുടങ്ങി. വയഅദു ഇലാ കുല്ലി മകാൻ എല്ലായിടത്തേക്കും ഓടാൻ തുടങ്ങി. വഫീ 8 യുകല്ലിമു ബിമാ യഫ്ഹമുഹു കുല്ലു ഇൻസാൻ 8 മാസം പ്രായമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. കുട്ടികളുടെ ഭാഷ, ചെറിയ മക്കളുടെ ഭാഷ ആ ഉമ്മയ്ക്ക് പലതും തിരിയുള്ളൂ. ചെറിയ ശിശുവാകുന്ന സമയത്ത്, മുല കൊടുക്കുന്ന സമയത്ത് കുട്ടിയോട് കൂടുതൽ പെരുമാറുന്ന ഉമ്മക്കും ഉമ്മയെപ്പോലത്തെ ആളുകൾക്ക് മാത്രമേ ഭാഷ തിരിയൂ. 8 മാസം പ്രായമാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. 8 മാസം പ്രായമാകുമ്പോൾ തന്നെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള അറബി ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നബി തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ചില ദിക്റുകളൊക്കെ ചൊല്ലിയിരുന്നുവെന്ന് നേരത്തെ നാം വിവരിച്ചിട്ടുണ്ട്. ജലാലു റബ്ബി അർ റഫീഅ എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ്. അത് ജനങ്ങളോടുള്ള സംസാരമല്ല, അത് അള്ളാഹുവിനോടുള്ള സംബോധനയാണ്. പക്ഷേ 8 മാസമാകുമ്പോൾ ജനങ്ങളോട് തന്നെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അഫീ 9 മാസമാകുമ്പോൾ യുകല്ലിമു ബി ഫസ്വാഹത്തിൻ വ ബയാൻ നല്ല സാഹിത്യ ഭാഷയിലും നല്ല വിവരണത്തോടെയും പറയേണ്ട കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശേഷിയിലേക്ക് 9-ാം മാസം എത്തി. അഫീ 10 അശ്ഹുരിൻ 10 മാസമാകുമ്പോൾ യർമി മഅൽ ഗിൽമാനി ബിൻ നുബുലാൻ ചെറുപ്പക്കാരായ കുട്ടികളോടുകൂടെ അമ്പ് കൊണ്ട് അമ്പെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി. അമ്പെറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ സാധാരണ മക്കളെ പോലെയല്ല, ശിശുക്കളെ പോലെയല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകടമായ ശൈശവ അവസ്ഥയും. റസൂലുള്ളാഹിയുടെ ആന്തരികമായ ശക്തി, ബുദ്ധിയും അറിവും തൻ്റെ ഇടവും അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, അറിവ്, അതൊക്കെ പ്രസവിക്കുമ്പോഴേ ഒരു വലിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ എത്തിപ്പെടുന്ന ആ ഒരു നിലപാടിലും ആ ഒരു സ്റ്റാറ്റസിലുമാണ് തിരുനബി പ്രസവിക്കപ്പെട്ടത് എന്ന് നേരത്തെ നാം 7-ാമത്തെ ഹിസ്ബ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ഹിസ്ബിൽ അത് പറയുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രകടമാകൂല. ആ അറിവും തൻ്റെ ഇടവും എല്ലാവർക്കും പ്രകടമാകുന്ന രൂപത്തിൽ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും 9 മാസമാകുമ്പോഴും 10 മാസമാകുമ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലാണ് എന്നതിന് തെളിവാണ്. വകാന യഖ്റുജു മിനൽ ബൈത്ത്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തു പോകും, വീടിൻ്റെ വെളിയിലേക്ക് പോകും, പുറത്തേക്ക് പോകും. പക്ഷേ ഫലാ യൽഅബു മഅൽ ഗിൽമാൻ, മറ്റു കുട്ടികളെ കൂടെ കളിക്കുകയില്ല. കുട്ടികളെ കൂടെ വെറുതെ ഉള്ള കളി, ആ കളി ചെറുപ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും കളിക്കുന്ന സ്വഭാവമില്ല. ഫറഅതുഹു ഉഖ്തുഹു ശൈമാഉ, അങ്ങനെ കുട്ടികളോട് കൂടെ കളിക്കുകയില്ലെങ്കിലും കുട്ടികളെ കൂടെ പുറത്തു പോകുന്ന ആ പ്രായം, അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയാണ്, ഉഖ്താണ്, സഹോദരിയാണ് ഷൈമാ. ഷൈമാ എന്ന് പറയുന്നത് ഹലീമ ബീവിയുടെ മകളാണ്, പെങ്ങളാണ് നബി തങ്ങളുടെ. ആ ഷൈമാ ബീവി, ഷൈമാ എന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായി. കുട്ടികളോടുകൂടെ വെയിലത്തേക്ക് പുറപ്പെടുമ്പോൾ യുളില്ലുഹു മിനശ്ശംസി ഗമാമും മജ്ജാൻ, വിശാലമായ മേഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെയിൽ തട്ടാതിരിക്കാൻ മേഘം സംരക്ഷണമായി തിരുനബിക്ക് നിഴലിട്ട് കൊടുക്കുമായിരുന്നു. എല്ലാവർക്കുമില്ല, തിരുനബി നടക്കുന്ന ഭാഗത്തിലൂടെ നല്ല മേഘം, തിരുനബിക്ക് ഒരിക്കലും വെയിൽ ചൂട് പറ്റാത്ത വിധം മേഘം തിരുനബി നടക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഒരു മേഘം സഞ്ചരിച്ചു കൊണ്ടുണ്ടാവും. അതിന് സാക്ഷിയായത്, ചെറുപ്രായത്തിൽ അതിന് സാക്ഷിയായത് ഹലീമ ബീവിയുടെ മകളായ ഷൈമാ എന്നവരാണ്. വമകസ ഫീഹിം ബഅദൽ ഫത്മി ഇലാ അൻ മളത് ഹിജ്ജത്താൻ. വമകസ ഫീഹിം ബഅദൽ ഫത്മി, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ ഫാമിലിയിൽ, ആ വീട്ടിൽ, ആ കുടുംബത്തിലായി താമസിച്ചു. ബഅദൽ ഫത്മി, മുലകുടി നിർത്തിയ ശേഷവും താമസിച്ചു. ഇലാ അൻ മളത് ഹിജ്ജത്താൻ, 2 വർഷം കഴിയുന്നത് വരെ, 2 വർഷം കഴിയുന്നത് വരെ അവിടെ താമസിച്ചു. മുലകുടി 2 വർഷമാണ് മുല കൊടുത്തത്. ആ 2 വർഷം മുല കൊടുത്തതിന് ശേഷവും വീണ്ടും 2 വർഷം ഹലീമ ബീവി ആ വീട്ടിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം 4 വയസ്സാകുമ്പോൾ, 4 വർഷം ഏകദേശം ആകുന്ന സമയത്ത്, അന്ന് വീട്ടുകാരോടുകൂടെ മറ്റു കുട്ടികളോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഹലീമ ബീവിയുടെ മോനാണ് ലംറത്ത് അബ്ദുല്ലാഹി. ആ അബ്ദുല്ല എന്ന് പറയുന്ന സഹോദരൻ്റെ കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് മേയ്ക്കാൻ പോകും. തിരുനബിക്കും അബ്ദുല്ല എന്നവർക്കും 4 വർഷമാണ് പ്രായം. വകാന യർആ മഅഹും, അവരോട് കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേയ്ക്കാൻ പോകും അൽ ഖിർഫാൻ, ആടുകളെ. ഖിർഫാൻ എന്ന് പറഞ്ഞാൽ ഖറൂഫ്, ഖറൂഫിൻ്റെ പ്ലൂറൽ. ഖറൂഫ് എന്ന് പറഞ്ഞാൽ ആൺ നെയ്യാടിനാണ് ഖറൂഫ് എന്ന് പറയാം. ഇവിടെ ആടുകൾ എന്നേ അർത്ഥമുള്ളൂ. ആടുകളെ മേയ്ക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും. അങ്ങനെ ആടുമേക്കാൻ പുറപ്പെടുന്ന കുട്ടികളെ കൂടെ ആടുമേക്കാൻ പുറപ്പെടുന്ന സന്ദർഭം ഒരു അത്യപൂർവമായ അനുഭവമുണ്ടായി. ഫഹീന റഅയഹ യൗമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിനം ആടുമേച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം, മഅ അഖീഹി അബ്ദില്ലാ, തൻ്റെ സഹോദരൻ ലംറത്ത് അബ്ദുല്ല എന്നവരോടുകൂടെ ആടുമേച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാഹു മലക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് 2 മലക്കുകൾ വന്നു. 2 മലക്കുകൾ വന്നു. ഫറഅയാഹുമാ അൻ ഖൽബിഹി യശുഖാൻ, 2 മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദം കേട്ടപ്പോൾ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുക. 2 ആളുകൾ വരുന്നുണ്ട്. അഹ്വ ഹുവ,
അവർ തമ്മിൽ സംസാരിക്കുന്നത്, ഇതാണ് ആ കുട്ടി, ഇതല്ലേ ആ കുട്ടി. അങ്ങനെ അവർ ഭൂമിയിലിറങ്ങി. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടടുത്തുള്ള കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് കുറച്ച് അകലെ, നോക്കിയാൽ കാണുന്ന കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തി. നബിത്തങ്ങൾ ഇങ്ങനെ കാണുക. നബിത്തങ്ങൾ ആ സംഭവം പിന്നീട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നബിയായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ഒന്ന് ചോദിച്ചു, ഒരു മലയോരവാസി വന്ന് ചോദിച്ചു, നിങ്ങൾ പ്രവാചകനാണെന്നതിലേക്ക് എന്താ തെളിവ്? നിങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം, അനുഭവം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈശവകാലത്തുണ്ടായ ഈ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ചെറിയ കുട്ടിയെ മുല കൊടുക്കുന്ന പ്രായം, മുല കൊടുക്കുന്ന വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടായ അനുഭവം അത് പറഞ്ഞ് ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനല്ല, പ്രവാചകൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അനുഭവം പിന്നീട് വിവരിച്ചിട്ടുണ്ട്. ഫറഅയാഹുമാ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മലക്കുകളെ കാണുന്നു. അൻ ഖൽബിഹി യശുഖാൻ, നബി തങ്ങളുടെ കൽബ് കീറുന്നതായി കാണുന്നു. മലക്കുകൾ അവിടെ റസൂലുള്ളാഹിനെ കടത്തിയിട്ട് കൽബ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഫയുനഹിയാനി മിൻഹു, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കിടത്തി, ഓപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരി ഓടുന്നില്ല, അവിടെ പൊറുതികേട് കാണിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വഴങ്ങുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഇസ്മായിൽ നബിയോട്, മോനെ നിന്നെ അറുക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വഴങ്ങി ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വഴങ്ങി, എങ്കിലും അറുക്കേണ്ടി വന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ ശ്രമിച്ചെങ്കിലും അറുക്കേണ്ടി വന്നില്ല, അറുക്കൽ നടന്നില്ല. അതിന് മുമ്പായി അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ കൊണ്ട് വന്ന് കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരാട് ഇറക്കി കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ ശരീരത്തിൽ മുറിവാക്കപ്പെടാൻ വിധേയനായി. അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നേരത്തെ ക്ഷമിച്ചതുപോലെ നേരെ കാണുകയാണ്. ജിബ്രീൽ മലക്കുകൾ നേരെ കൽബ് പൊളിക്കുന്നത് കാണുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊറുതികേട് കാണിക്കാതെ അതിന് വഴങ്ങിക്കൊടുത്തു. എന്താ കാരണം? ഇത് നിങ്ങൾ വിചാരിച്ചതുപോലെ ചെറിയ കുട്ടിയല്ല, കഥ തിരിയാത്ത കുട്ടിയല്ല. ഈ വന്നത് മലക്കുകളാണ്. ഇവരെന്തിന് വന്നു, ഇവരെന്ത് നിർവഹിക്കുന്നു എന്നൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീറുക തന്നെ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കീറിയിട്ടില്ല, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീറുക തന്നെ ചെയ്തു. ഫയുനഹിയാനി മിന്നു, കീറി കഴിഞ്ഞു നോക്കുമ്പോൾ, കീറിക്കൊണ്ടിരിക്കുമ്പോൾ വേദനയില്ല, അത് കീറുമ്പോഴേ അറിയുന്നുള്ളൂ വേദന ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ അതിനുവേണ്ടി തയ്യാറായി കൊടുക്കണ്ടേ, അതല്ല കീറിയതിന് ശേഷമല്ലേ അറിയുന്നത്. ഒരു ഷഹീദ് അല്ലാഹു തആലാക്ക് വേണ്ടി അവൻ വെട്ടാൻ, അവനെ നുറുക്കാൻ, ഒരു ഷഹീദ് അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ആ സമർപ്പണമാണ് ധൈര്യം. സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടുന്നതോ നുറുക്കുന്നതൊന്നും ഷഹീദ് യഥാർത്ഥത്തിൽ വേദന അറിയുന്നില്ല. അതതിൻ്റെ ശേഷം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അതിന് മുമ്പ് അതറിയാൻ കഴിയൂല. അപ്പോൾ ഫയുനഹിയാനി മിന്നു, ആ രണ്ട് മലക്കുകൾ റസൂലുള്ളാഹിയുടെ കൽബിൽ നിന്ന്, ഹൃദയഭാഗത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അലഖത്തൻ, ഒരു മാംസകഷ്ണം,
ഒരു മാംസപിണ്ഡം, ഹിയ ഫിന്നാസ്, അത് സാധാരണ ജനങ്ങളിൽ മഗ്മസു ശൈത്താൻ, പിശാചിന്റെ ദുർബോധനം നടക്കുന്ന സെന്ററാണ്. ഒരു കറുത്ത മാംസപിണ്ഡമുണ്ട് ഹൃദയത്തിന്റെ ഭാഗത്ത്. ആ ഭാഗത്താണ്, കൽബിന്റെ ആ ഭാഗത്താണ്, ആ മാംസപിണ്ഡം നിൽക്കുന്ന ഭാഗത്താണ് പിശാച് വന്ന് ദുർബോധനം നടത്തുന്നത്. അപ്പൊ പിശാചിന് ദുർബോധനം നടത്താനുള്ള ഒരു ടൂളായിട്ട് പഠിച്ചതാണ് കൽബിലെ ആ ഭാഗം. അതുകൊണ്ടാണ് പിശാചിന്റെ ശല്യത്തിൽപ്പെട്ട് അമ്പിയാക്കന്മാരല്ലാത്തവരൊക്കെ പയച്ചു പോണത്. പലപ്പോഴും പിശാചിന് വഴങ്ങിപ്പോകുന്നത്, ഭയപ്പെട്ടു പോകുന്നത്, തെറ്റുകളിലേക്ക് പോകുന്നത് പിശാചിൻ്റെ ആ ദുർബോധനം കൽബിൽ തട്ടിയത് കൊണ്ടാണ്. എന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹിക്ക് ആ കൽബിൽ ആ എല്ലാവർക്കും ഉള്ള അതേ സാധനം റസൂലുള്ളാഹിക്ക് ഉണ്ട്. അതാ പറയണത്, ഫയുനഹിയാനി മിന്നു, നബിത്തങ്ങളിൽ നിന്ന് ആ രണ്ട് മലക്കുകൾ അകറ്റുന്നു, അലഖത്തൻ, മാംസപിണ്ഡം, ഹിയ ഫിന്നാസ്, റസൂലുള്ളാഹിക്ക് അത് ദുർബോധനം നടത്താനുള്ളതാന്നല്ല പറഞ്ഞത്. ഹിയ ഫിന്നാസ്, സാധാരണ ജനങ്ങളിൽ ആ മാംസപിണ്ഡം മഗ്മസു ശൈത്താൻ, പിശാചി ദുർബോധനം നടത്തുന്ന സെന്ററാണ്, ഭാഗമാണ് ആ മാംസപിണ്ഡം. അത് നബിത്തങ്ങളിൽ അങ്ങനെ ദുർബോധനം നടത്തുന്നുണ്ട് എന്നല്ല, സാധാരണ ജനങ്ങളിൽ അങ്ങനെയുള്ളത്. അത് നബിത്തങ്ങൾക്ക് പടച്ചിരുന്ന് പടക്കപ്പെട്ട സമയത്ത് അത് നീക്കം ചെയ്തു. അത് അല്ലാഹു തആല ആ പ്രായത്തിൽ 4 വയസ്സ് പ്രായമാകുമ്പോൾ അത് നീക്കം ചെയ്തു. വൈൻ ഉസൈമ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അൻ ഗംസിഹി, പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന്, വസ്സുൽത്താൻ, പിശാചിന്റെ സ്വാധീനത്തിൽ നിന്നും റസൂലുള്ളാഹി കാക്കപ്പെട്ടിട്ടുണ്ട്. പിശാചിന്റെ ദുർബോധനമോ പിശാചിന്റെ ദുസ്വാധീനമോ ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഇല്ല. അത് ഈ മാംസപിണ്ഡം നീക്കിയിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിക്ക് ഒരിക്കലും പിശാചിന്റെ ദുർബോധനമില്ല, പിശാചിന്റെ ദുസ്വാധീനമില്ല. അങ്ങനെയാണ്. ഈ മാംസപിണ്ഡം നീക്കിയിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിക്ക് പിശാചിന്റെ ദുസ്വാധീനം ഇല്ല, പിശാചിന്റെ ദുർബോധനമില്ല. കാരണം മറ്റ് അമ്പിയാക്കന്മാർക്കൊന്നും ഇതുപോലെ ഈ മാംസപിണ്ഡം, ഹൃദയം കീറി മാംസപിണ്ഡം ഒഴിവാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ഈ മുഅ്ജിസത്ത്, ഈ മഹാ അത്ഭുതം മറ്റു നബിമാർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണാം. ഇബ്നു ഹജർ ഹൈതമി അടക്കമുള്ള ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഹൃദയം കീറി ഹൃദയത്തെ ശുദ്ധമാക്കി ഹൃദയത്തിൻ്റെ പാർട്ടിൽ നിന്ന് ആ മോശമായ പാർട്ടി അത് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞ ആ സംഭവം നമ്മുടെ നബി, എല്ലാ നബിമാരുടെ നബിയായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മറ്റ് അമ്പിയാക്കന്മാർക്കും ഇബ്ലീസിന്റെ, ശൈത്വാനിന്റെ ദുർബോധനമില്ല, ശൈത്വാനിന്റെ ദുസ്വാധീനമില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഇത് നീക്കം ചെയ്തത്? അത് പറയാം. പിശാചിന്റെ ദുർബോധനം ഇല്ലെങ്കിൽ പിന്നെ ഇതെന്തിന് നീക്കം ചെയ്തു? ഹൃദയം കീറി നീക്കം ചെയ്തത് എന്തിന്? അത് പറയാം. ഫയഗ്സിലാനിഹി, ആ രണ്ട് മലക്കുകൾ കഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ കഴുകുന്നു. ബിമാഇൽ മലക്കൂത്ത്, അത് ഭൂമിയിലുള്ള ഒരു കിണറ്റിലെയും ഒരു പുഴയിലെയും കടലിലെയും വെള്ളം കൊണ്ടല്ല. ബിമാഇൽ മലക്കൂത്ത്, അത് ആകാശലോകത്തെ വെള്ളമാണ്. വാനലോകത്തിൽ നിന്ന് മലക്കുകളുടെ വാസസ്ഥലമായ ഈ കാണുന്ന മഴ പെയ്യുന്ന മേഘം നിലകൊള്ളുന്ന ആകാശമല്ല ഉദ്ദേശിച്ചത്. അത് ആകാശത്തിൻ്റെ ഭാഗ്യമായിട്ടുള്ളൂ, ആകാശത്തിൻ്റെ ദിശയാണത്. ആകാശം എന്ന് പറയുന്നത്
എത്രയോ അകലെയാണ്, കോടിക്കണക്കിന് പ്രകാശവർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ഭാഗമാണ് ആകാശം എന്ന് പറയുന്നത്. അവിടുന്ന് മലക്കുകളുടെ വാസസ്ഥലം. അവിടുന്നാണ് ഈ 2 മലക്കുകൾ ആ വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത്. ഫയുഈദാനിഹി, അവര് ആ ഹൃദയം അങ്ങ് കീറി പൊളിച്ച ഹൃദയം അത് എടുത്തിട്ട് മോശമാകം ഒഴിവാക്കി ആ ഹൃദയം കഴുകി വീണ്ടും ആ ഹൃദയം അങ്ങോട്ട് തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് അത് മടക്കി വെച്ചു. ഇലാ സ്വദരിഹി, തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഹൃദയം മടക്കി വെച്ചു. വയർജിആൻ, എന്നിട്ട് അവർ സ്ഥലം വിട്ടു. ആ 2 മലക്കുകൾ പോയി. ഇവിടെ എങ്ങനെ ഹൃദയത്തെ കീറിയപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ല വേദന ഉണ്ടായോ? ഇല്ല. വലം യജിദിൽ ഷഖി, ഈ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത ആ കീറലിനിക്ക് നബി തങ്ങൾ അനുഭവിച്ചില്ല. വജാൻ, വേദന അനുഭവിച്ചിട്ടില്ല. വല ഹിസ്സ, സ്പർശനം പോലും, തൊട്ടറിവ് പോലും ഉണ്ടായിട്ടില്ല. അവർ തൊടുന്നത് പോലും അറിയാത്ത രൂപത്തിലാണ് മലക്കുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓപ്പറേഷൻ നടത്തിയത്. വൽതഅമ ശഖാൻ, അങ്ങനെ അപ്പോൾ തന്നെ ആ ഓപ്പറേഷൻ ചെയ്ത കീറിപ്പൊളിച്ച ഭാഗം അത് രണ്ടും പരസ്പരം കൂടുകയും ചെയ്തു, ജോയിന്റ് ആകുകയും ചെയ്തു. വഇന്നമാ ഖുലിക ഫീഹിൽ അലഖതു ബിഖിലാഫി ഖുൽഫത്തിൽ ഖിതാൻ. ഇവിടെ 2 ചോദ്യമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൈശാചിക ദുർബോധനവും ദുസ്വാധീനവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനിത് ഒഴിവാക്കി? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് ഒഴിവാക്കാനുള്ളതാണെങ്കിൽ എന്തിനത് പടച്ചു? ആ സാധനത്തോടു കൂടെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചത്? അല്ലാഹു തആലക്ക് അത് വേണ്ടാന്ന് വെച്ച് പഠിച്ചാൽ പോരെ, പിന്നെന്തിനാ ഈ കീറിപ്പൊളിച്ച് ഇങ്ങനെ പിന്നീട് ഒഴിവാക്കേണ്ട ആവശ്യം? ചോദ്യം 2. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് മാർക്കം കഴിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ മാർക്കം കഴിക്കുന്ന സമയത്ത് മുറിച്ചു കളയുന്ന ആ ചർമ്മം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് പഠിച്ചിട്ടില്ല. അങ്ങനെ വൃത്തിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് അവിടെ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് അല്ലാഹ് പഠിച്ചു? ഇവിടെ അല്ലാഹു തആല ഇതോടുകൂടെ ഇത് ഒരു വൃത്തികേടാണല്ലോ, ഇതോടുകൂടെ പഠിച്ചു. ഇങ്ങനെ 3 ചോദ്യങ്ങളുണ്ട്. എല്ലാറ്റിനുമുള്ള മറുപടി ലിയഅലമന്നാസ് വഇന്നമാ ഖുലിക ഫീൽ അലഖതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മാംസപിണ്ഡം ആദ്യം അല്ലാഹു പടക്കപ്പെട്ടു ബിഖിലാഫി ഖുൽഫത്തിൽ ഖിതാൻ, മാർക്കം കഴിക്കുന്ന ആ ചർമ്മം അതിനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. പടക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നത്. അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെയും. അതെന്തുകൊണ്ട്? ലിയഅലമന്നാസ്, ജനങ്ങളൊക്കെ അറിയാൻ വേണ്ടി തന്നെ. ഖുദ്സബതുനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങളുടെ ഹൃദയം അത് വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. കൽഇലാൻ, ബാഹ്യാവസ്ഥ പോലെ തന്നെ, ബാഹ്യം പരിശുദ്ധമായതുപോലെ കാഴ്ചക്ക് പരിശുദ്ധമായതുപോലെ ഉള്ളും പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധരാണെന്ന് അറിയട്ടെ ജനങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽബില് സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്ന ഈ മോശമായ ഹൃദയത്തിന്റെ ആ ഭാഗം അതില്ലാതെ പടക്കപ്പെട്ടാൽ ആരും അതറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സമ്പൂർണതയുണ്ട്. നബി തങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്ന ആ മോശമായ പിണ്ഡം അത് ഇല്ല എന്നുള്ള വസ്തുത യാഥാർത്ഥ്യമാർക്കും അറിയാൻ കഴിയൂല. ഇത് എല്ലാവരും അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അത് കണ്ടു. അവരോടിച്ചെന്ന് വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങളെ ഖുറൈശിയായ ഞങ്ങളെ സഹോദരൻ
ആ സഹോദരന് 2 ആളുകൾ വന്ന് പിടികൂടി എന്തോ ആക്രമണം നടത്തിയിട്ടുണ്ട്, അറുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ ഓടി വന്നു. ഹലീമ ബീവിയും ഭർത്താവും ഓടി വന്നു. അവർക്കൊക്കെ ഇതറിയാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെ ലോകത്തൊക്കെ ഇതറിയപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധരാണ്. തിരുനബിയുടെ ഹൃദയം അല്ലാഹു തആല പരിശുദ്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത്ര പരിശുദ്ധി, ശൈശവത്തിൽ തന്നെ പരിശുദ്ധി ലഭിച്ച ഒരു കുട്ടിയാണ് പിന്നീട് ഭാവിയിൽ 40 വയസ്സ് വരെ ആ വ്യക്തിയുടെ പരിശുദ്ധിയും സൽസ്വഭാവവും ചലനങ്ങളുമെല്ലാം ജനങ്ങൾ 100% തൃപ്തിപ്പെടുന്ന, പ്രശംസിക്കുന്ന വിധത്തിൽ ഒരു മുഹമ്മദ് ആയിക്കൊണ്ട് തന്നെ ആ വ്യക്തി വളർന്നു വരുന്നു. 40 വയസ്സാവുമ്പോൾ പിന്നീട് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വസിക്കൽ നിർബന്ധിതമായി പോകും. അങ്ങനെ വാശിയില്ലാത്തവർ, അസൂയയില്ലാത്തവർ, നബി തങ്ങളോട് വെറുപ്പില്ലാത്ത ആളുകൾ, വിദ്വേഷമില്ലാത്ത ആളുകളൊക്കെ അംഗീകരിച്ചു. അറിയാൻ എല്ലാവർക്കും അറിയാം, മുഹമ്മദ് ഒരിക്കലും കളവ് പറയൂല, സത്യമാണ് പറയുന്നത്. പക്ഷേ ചിലർക്ക് വാശി കൊണ്ട് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. ലിയാലമന്നാസു ഖുദ്സബാതുനിഹി കല്യാലാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളും പുറം പോലെ പരിശുദ്ധമാണെന്ന് ജനങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അല്ലാഹു തആല ചെയ്തതാണ്. വഹാദിഹി കറാമത്തുൻ ലം യഹുസ്ഹാ നബിയ്യും വലാ ഇൻസാൻ. വഹാദിഹി കറാമ, ഇത് അല്ലാഹുവിൻ്റെ സ്പെഷ്യലായ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ സ്പെഷ്യലായ ബഹുമാനമാണ് ഇത്. ലം യഹുസ്ഹാ നബിയുൻ, ഒരൊറ്റ നബിയും ഇതുപോലത്തെ ഈ ബഹുമാനം കൈവരിച്ചിട്ടില്ല. ആർക്കും അല്ലാഹു തആല ഈ ബഹുമതി നൽകിയിട്ടില്ല. വലാ ഇൻസാൻ, നബി എന്നല്ല ഒരു മനുഷ്യനും അല്ലാഹു തആല ഈ ബഹുമതി നൽകിയിട്ടില്ല. ഇത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ബഹുമതിയാണ്. വലൗ വുലിദ ബിലാ അലഖ, ഹൃദയത്തിൻ്റെ ഈ മാംസപിണ്ഡമില്ലാതെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലം യഅലം ബിഹി അയാൻ, ഒരു വ്യക്തിക്കും അത് അറിയാൻ കഴിയൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സമ്പൂർണ്ണതയുണ്ട്, ഒരു വിശുദ്ധിയുണ്ട് എന്ന് ആർക്കും അറിയാൻ കഴിയൂല. അതേസമയം അല്ലാഹു തആല ചേലാകർമ്മം ചെയ്യുന്ന ആ ചർമ്മത്തോടു കൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, റസൂൽ അങ്ങനെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത്, ഗുഹ്യഭാഗം, സ്വകാര്യ ഭാഗം, അത് അന്യ വ്യക്തികൾ കാണേണ്ടി വരും. അത് ഒരു കുറവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം. സമ്പൂർണരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവാണ്. ആ കുറവ് അള്ളാഹിന്റെ ഹബീബിന് വേണ്ട എന്ന് വിചാരിച്ചു അള്ളാഹു, തീരുമാനിച്ചു അള്ളാഹു. അതുകൊണ്ട് നബി തങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യുന്ന ചർമ്മം അള്ളാഹു പടച്ചില്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പഠിച്ചു. വലൗ വുലിദ ബിലാ അലഖത്തിൻ ലം യഅലം ബിഹാ അയാൻ ഫഖാഫൽ ജിന്ന അലൈഹിൽ അബവാനിൽ ളിറാൻ. അപ്പോൾ ഏകദേശം 4 വയസ്സ് പ്രായമാവുമ്പോഴാണ് ഈ ഹൃദയം കീറിയ അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇത് ഹലീമ ബിയും ഭർത്താവും അറിഞ്ഞപ്പോൾ അവർക്ക് പേടിയായി. കാരണം അവർക്ക് മലക്കുകളെ പറ്റിയൊന്നും അറിയില്ല. മലക്കുകളെ പറ്റി അവർക്ക് യാതൊരു വിവരമില്ല.
അവർ ഈ സംഭവം പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയത് പിശാച്ചാണ്, ഞങ്ങളെ കുട്ടിയെ പിശാച്ച് പിടികൂടിയതായിരിക്കും, ജിന്ന് ഭൂതങ്ങൾ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഫഖാഫൽ ജിന്ന അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യത്തിൽ ഭൂതങ്ങളെ പേടിച്ചു, ജിന്നിനെ പേടിച്ചു, പിശാച്ചിനെ പേടിച്ചു. അൽ അബവാനിൽ ലിറാൻ, മുല കൊടുക്കുന്ന മാതാപിതാക്കള് ഹലീമ ബീവിയും ഭർത്താവ് ഹാരിസ് എന്നവരും. വലഹു അർബഉ സിനീൻ, നബി തങ്ങൾക്ക് ഇന്നേരം 4 വയസ്സുണ്ട്. വഖീല വസനത്തുൻ, അല്ല 5 വയസ്സുണ്ട്. വഖീല വസനത്താൻ, അല്ല 2 വർഷം കൂടെ, അപ്പോൾ 6 വയസ്സുണ്ട്. 6 വയസ്സാണെന്നും 5 വയസ്സാണെന്നും 4 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്. ഹത്താ റദ്ദാഹു ഇല ആമിന, അങ്ങനെ അവർക്ക് ഭയമായപ്പോൾ കുട്ടിയെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട അബ്ദുള്ള തങ്ങളെ ആമിന ബീവിൻ്റെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർക്ക് പേടിയായി. അവരടുത്ത് ഈ കുട്ടിയെ ഇനിയും ഇവിടെ വെച്ചാൽ ഒരു പക്ഷേ ഇങ്ങനെ തൃപ്തികരമല്ലാത്ത സംഭവങ്ങൾ വന്നാൽ നമുക്കത് പ്രശ്നമാണെന്ന് വിചാരിച്ച് ഹലീമ ബീവിയും ഭർത്താവും ഹത്താ റദ്ദാ, അവർ 2 പേരും റസൂലുള്ളാഹിനെ മടക്കിക്കൊടുത്തു. ഇല ആമിനത്ത, ആമിന ബീവിയുടെ അടുത്തേക്ക് മടക്കിക്കൊടുത്തു. 4 വയസ്സാകുമ്പോൾ ആമിന ബീവിയോട് മടക്കി കൊണ്ട് ചെന്നപ്പോൾ ആമിന ബീവി ചോദിച്ചു, എന്തേ പോന്നു? നിങ്ങൾ വലിയ താല്പര്യത്തിലല്ലേ മുഹമ്മദിനെ എനിക്ക് ഇനിയും വിട്ടുതരണം, കുറച്ചുകൂടെ കാലം എൻ്റെ അടുത്ത് നിർത്തി തരുമോ, എനിക്ക് സന്തോഷമാണ്, എൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ റസൂലുള്ളാഹിനെ കൊണ്ടുപോയത്, അപ്പോൾ ഇപ്പം എന്തേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഹലീമ ബീവി ആദ്യം മറുപടി പറയാൻ മടിച്ചു. പിന്നീട് ഹലീമ ബീവി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ ഞങ്ങളുടെ അടുത്ത് നിർത്താൻ പേടിയാണ്. അന്നേരം ആമിന ബീവി കൊടുത്ത പ്രതികരണം, ഫഖാലത്ത്, ആമിന ബീവി പറഞ്ഞു, അലൈഹി തഖ്ശയാൻ, നിങ്ങൾ 2 പേരും ഈ മുഹമ്മദിന്റെ കാര്യത്തിലാണോ നിങ്ങൾ പിശാചിനെ പേടിക്കുന്നത്? കല്ല, ഒരിക്കലും ആ പേടി വേണ്ട. ആമിന ബീവിക്ക് ഉറപ്പുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്രയോ ആർക്കും അറിയാൻ പറ്റാത്ത അനുഭവങ്ങൾ ഗർഭം ചുമന്ന സമയം മുതൽക്ക് പ്രസവിക്കപ്പെടുന്നത് വരെയും പ്രസവിക്കപ്പെട്ട ശേഷവും ആമിന ബീവി കണ്ടവരാണ്, സാക്ഷിയായവരാണ്. കല്ല, ഒരിക്കലും വേണ്ട, ആ പേടിയേ വേണ്ട. മാ അലൈഹി മിൻ സബീലിൽ ലിശ്ശൈത്വാനിൽ ഗയ്യാൻ, എന്നാൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ പിശാചിനിക്ക് ഒരിക്കലും യാതൊരു വഴിയുമില്ല. പിശാച് ഈ കുട്ടിയെ സ്പർശിക്കുക തന്നെ ഇല്ല. കണ്ടോ ആമിന ബീവിയുടെ വിശ്വാസം. മാ അലൈഹി മിൻ സബീലിൻ, ഈ കുട്ടിക്ക് ഒരു വഴിയും, ഈ കുട്ടിയിലേക്ക് വഴിയില്ല. ലിശ്ശൈത്വാനിൽ ഗയ്യാൻ, വഴി തെറ്റിയതായ പിശാചിനിക്ക് ഒരിക്കലും ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാൻ സാധിക്കൂല എന്ന് ആമിന ബീവി മറുപടി പറയുകയും ആമിന ബീവി അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. കുട്ടിയെക്കുറിച്ച് എനിക്കറിയാം, ഞാൻ ധാരാളം അനുഭവിച്ച ആളാണ്. അങ്ങനെ ആമിന ബീവി സന്തോഷപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചു. പിന്നീട് ആമിന ബീവി ഉമ്മയുടെ അടുത്ത് തന്നെയായി കുട്ടിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കുറച്ചു കാലം കൂടെ. ഫറജഅത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മടങ്ങിപ്പോയി. ഹലീമ ബീവി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സുമ്മ ലം യകുൽ ലഹാ ഖുദൂമുൻ അലൈഹി ഇല്ലാ ഖുദൂമാൻ, പിന്നീട് ഹലീമ ബീവി ഈ 4 വയസ്സായപ്പോൾ ഉമ്മയെ ഏൽപ്പിച്ചങ്ങ് പോയിട്ട് പിന്നീട് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പിന്നീട് വന്നിട്ടില്ല. ഇല്ലാ ഖുദൂമാൻ, 2 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഹലീമ ബീവി തിരിച്ചു വന്നത്.
അതെപ്പോഴാ? രണ്ട് പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിൽ. ഒന്ന് ബഅദ നിക്കാഹി ഖദീജ, ഒന്ന് ഖദീജ ഉമ്മയെ വിവാഹം ചെയ്ത ശേഷം. റസൂലുള്ളാഹിയുടെ വിവാഹത്തിൻ്റെ സമയത്ത്, ഖദീജ ബീവിയെ വിവാഹം ചെയ്ത സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ചെന്നു. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിൽ ഹലീമ ബിയുടെ കുടുംബത്തിൽപ്പെട്ട പലരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ബന്ദിയായി പിടിച്ചിരുന്നു. അങ്ങനെയാണ് നബി തങ്ങൾ അറിയുന്നത് ഇത് ആ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ ഹലീമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിങ്ങൾക്ക് മുലയൂട്ടിയ ഉമ്മയാണ് എന്ന് പറഞ്ഞ് ഹലീമ ബീവി ചെന്നപ്പോൾ ഫഹഫാഹ ബിസിമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിക്ക് സമ്മാനമായി ഹലീമ ബീവി ആദരിച്ചു. ബിസിമാൻ, അമൂല്യമായ പല സാധനങ്ങളും നൽകി, സമ്പത്തുകൾ നൽകി ഹലീമ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചു. വസഈദത്ത് കസൗജിഹ അൽ ഹാരിസ് അബി കബ്ശത ബിൽ ഈമാൻ, ഹലീമ ബീവിയും വസഈദത്ത്, ഹലീമ ബീവി സആദത്ത് ലഭിച്ചവളായി, മുസ്ലിമായവളായി, ഈമാൻ കൊണ്ട് വിജയം കൈവരിച്ചവരായി. കസൗജിഹൽ ഹാരിസ്, തൻ്റെ ഭർത്താവ് ഹാരിസ് എന്നവരും, അബി കബ്ശ, ഹാരിസിൻ്റെ എന്നവരുടെ പേര് തന്നെയാണ്, ടൈറ്റലാണ് അബി കബ്ശ. അബി കബ്ശ എന്നവര് ഭർത്താവും ഹലീമ ബീബിയും രണ്ടുപേരും ഈമാൻ, ഇസ്ലാം സ്വീകരിച്ച് വിജയം കൈവരിച്ചവരായി. ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് വിജയം കൈവരിച്ചവരായി, അവർ മുസ്ലിമായവരാണ്. വറദ ശഖ്ഖു സദ്രിഹി വഗസ്ലു ഖൽബിഹി അർബഅ മർറാത്തിൻ ലിഹികമിൻ ലിൽ ഹന്നാൻ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വയസ്സാകുമ്പോൾ ചെറുപ്രായത്തിൽ നടന്ന സംഭവമാണ് ഈ പറഞ്ഞത്. ഹൃദയം ഓപ്പറേഷൻ ചെയ്ത സംഭവം. അതുപോലെ ഇതേ സംഭവം മറ്റു 3 സന്ദർഭത്തിലുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ അനുഭവത്തിൽ 4 പ്രാവശ്യമാണ് ഹൃദയം കീറപ്പെട്ടത്. വറദ ശഖ്ഖു സദ്രിഹി, റസൂലുള്ളാഹിയുടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്യൽ നടന്നിട്ടുണ്ട്. വഗസ്ലു ഖൽബിഹി, നെഞ്ചിൻ്റെ ഭാഗം ഓപ്പറേഷൻ ചെയ്ത് ആ കൽബ് പുറത്തെടുത്ത് അതിനെ കഴുകുക എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുണ്ട്. അർബഅ മർറാത്ത്, 4 പ്രാവശ്യം. ലിഹികമിൻ ലിൽ ഹന്നാൻ, അല്ലാഹു തആലാക്ക് അങ്ങനെ 4 പ്രാവശ്യം കഴുകിയതിൽ വലിയ യുക്തിയുണ്ട്. എന്താണ് 4 പ്രാവശ്യം, എപ്പോഴൊക്കെ കഴുകിയത്, എന്തൊക്കെയാണ് ആ യുക്തി? ഫഫില്ലൂല, ആദ്യ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം കഴുകിയതിൽ, അത് മുലക്കുടി പ്രായത്തിൽ, മുലക്കുടി കഴിഞ്ഞ് 4-ാം പ്രായത്തിൽ 4 വയസ്സാകുമ്പോഴാണ്. അന്നേരം ഇത് ഖാറബ സിന്നത്തംയീസിൽ യുഫാൻ, ചെറിയ മക്കൾക്ക് വകതിരിവാകാൻ അടുത്താകുന്ന സമയമാണ് ആ 4 വയസ്സ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ, അധിക മക്കൾക്കും 7 വയസ്സാകുമ്പോഴാണ് തമ്മീസ് ഉണ്ടാവൽ, വകതിരിവ് ഉണ്ടാവൽ. ചിലർക്ക് 4 വയസ്സിൽ തന്നെ ഉണ്ടാവും, ചിലർക്ക് 5-ാം വയസ്സിലുണ്ടാവും. അപ്പം സാധാരണ മക്കള് വകതിരിവിൻ്റെ പ്രായത്തോട് അടുക്കുന്ന പ്രായമാണ് 4 വയസ്സ്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൃദയ ശുദ്ധീകരണം, ഹൃദയം കീറിയെടുത്ത് അതിൻ്റെ മലക്കുകൾ ശുദ്ധീകരിച്ചു. അതിലെന്താണ് അതിലുള്ള യുക്തി? തത്ഹീറുഹു, അതിലുള്ള യുക്തി തത്ഹീറുഹു മിനസ്സബ്വ, കുട്ടിത്വം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമാക്കാനുള്ള യുക്തിയാണ്, വിശുദ്ധമാക്കാനാണ് അങ്ങനെ ശുദ്ധീകരിച്ചത്. കുട്ടിപ്രായമാകുമ്പോൾ സാധാരണ കുട്ടികൾ
കുട്ടികൾക്ക് മാത്രം പറ്റുന്നതും കുട്ടികളല്ലാത്തവരോട് യോജിച്ചതുമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ വാക്കുകളൊക്കെ ചെയ്യും. അത് സമ്പൂർണ്ണരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് കുട്ടിത്വം എന്ന് പറയുന്നൊരു സംഭവം നബി തങ്ങളെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായില്ല. കാരണം ആ ശൈശവത്തിൽ തന്നെ റസൂലുള്ളാഹിയുടെ ഹൃദയം ശുദ്ധീകരിച്ച്, കേവലം ശുദ്ധീകരിക്കലല്ല, അവിടെ പല അറിവുകളും സ്വഭാവങ്ങളും നിക്ഷേപിക്കുന്നുണ്ട്. ഇബ്ലീസിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, ശൈത്വാന്. എന്ത്? നബിത്തങ്ങളെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുന്ന ആള്, ഹിദായത്ത് പറഞ്ഞു കൊടുക്കുന്ന ആള്. അപ്പോൾ നബിത്തങ്ങളെ പയപ്പിച്ചാലോ എന്നുള്ളൊരു പൂതി ഉണ്ടാവും. അപ്പോൾ ആ പൂതി വേണ്ട. ഇബ്ലീസിനെ ഫത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫിത്തനയിലാക്കുന്ന, ഫിത്തന മാത്രം ജോലിയാക്കിയ പിശാച്ച്. ആ പിശാച്ചിനെ നിരാശപ്പെടുത്തലുമാണ് അതിലുള്ള യുക്തി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടിത്വത്തിൽ നിന്ന് കാവലുണ്ടാവുക, ശുദ്ധി വരുത്തുക. രണ്ട്, നബി തങ്ങൾ ഇബ്ലീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യത്തിൽ നിരാശപ്പെടുത്തുക. ഒരിക്കലും നബി തങ്ങളുടെ അടുത്ത് തിരിയാൻ പറ്റൂല. കാരണം ഇബ്ലീസ് മുട്ടുന്ന ആ ബാൻഡ്, എല്ലാ മനുഷ്യന്മാരുടെ അടുത്തും ഹൃദയത്തിൽ വന്ന് മുട്ടുന്ന ആ സെന്റർ, ദുർബോധനം നടത്തുന്ന ആ സെന്റർ, അത് തന്നെ എടുത്ത് മാറ്റപ്പെട്ടു. ഇനി ഇബ്ലീസിന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. വഫിസാനിയ, രണ്ടാം തവണ റസൂലുള്ളാഹിക്ക് ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് ശുദ്ധീകരിക്കുന്ന അവസ്ഥ ഉണ്ടായത് അതെപ്പോഴാ? ഇത് ബലഗ 10 സിനീൻ, 10 വയസ്സ് പ്രായമാവുമ്പോൾ വീണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഖുർബ ബുലൂഗി ദുക്റാൻ, പുരുഷന്മാർക്ക് പ്രായപൂർത്തിയാവാൻ അടുത്താകുന്ന സമയം 9 വയസ്സ് മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ 10 വയസ്സ് മുതൽക്ക് 15 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായപൂർത്തിയാവാം. അപ്പോൾ ആ പ്രായപൂർത്തി, പുരുഷന്മാർക്ക് പ്രായപൂർത്തിയാവാൻ അടുത്താകുന്ന സമയമാണ് 10 വയസ്സ്. ആ 10ാം വയസ്സിലും റസൂലുള്ളാഹിനെ എങ്ങനെ രണ്ടാമതായി ഒന്നും കൂടെ ഹൃദയം കീറി, ഹൃദയം കഴുകി ശുദ്ധിയാക്കി. അതിലെന്താ തന്ത്രം, യുക്തി? തക്മീലു റുഷ്ദിഹി, റസൂലുള്ളാഹിയുടെ റുഷ്ദ്, നല്ല ചിന്ത, നല്ല ബോധം, ധാർമ്മിക ബോധം, ആ ധാർമ്മിക ബോധം സമ്പൂർണമാക്കലാണ് അതിലുള്ള ലക്ഷ്യം. റസൂലുള്ളാഹിയുടെ ധാർമ്മിക ബോധം വരേണ്ട സമയമാണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള സമയം. മുമ്പേ ആ ബോധം വേണം, എന്നാലേ പ്രായപൂർത്തിയാകുന്ന സമയത്ത് നല്ല ധർമ്മബോധത്തോടുകൂടെ പ്രായപൂർത്തിയാവുകയുള്ളൂ. ധാർമ്മിക ബോധത്തോടെ പ്രായപൂർത്തിയായവനെ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. അവനെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ മാതാപിതാക്കൾക്ക്. അവനെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കൊണ്ടുവരാൻ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവന് എപ്പോഴാണോ അവന് ആ ധാർമ്മിക ബോധം വരുന്നത്, അവനെ പരിശോധിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവന് സമ്പത്തൊക്കെ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റൂ. റഷീദായ ബുലൂഗാകുക എന്ന് പറയും. റഷീദായ ബുലൂഗായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം മക്കളെ. അത് ദീനും ദുനിയാവും നോക്കലോടുകൂടെ, സംരക്ഷിക്കലോടുകൂടെ ബുലൂഗാവലാണ് റഷീദായ ബുലൂഗാകുക എന്ന് പറയുന്നത്. ദീന് സംരക്ഷിക്കൽ, ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദീനിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും അതിൻ്റെ തൊട്ട് മുമ്പും ശേഷവും പാലിക്കുന്ന രൂപത്തിൽ പ്രായപൂർത്തിയാവണം. പിന്നെ ദുനിയാവ് സംരക്ഷിക്കുന്ന കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് 500 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു സാധനമായി കൊണ്ടുപോകാന്ന്. ആ സാധനം നമുക്ക് ആവശ്യമായ ആ സാധനം 500 രൂപക്കും വാങ്ങാം, അതിന് അനാവശ്യമാണ് 500 രൂപക്ക് വാങ്ങുന്നത്. 100 രൂപക്കും വാങ്ങാം, 150 രൂപക്കും വാങ്ങാം. 150 രൂപയാണ് ഒരു മിതമായ, അതിൻ്റെ അപ്പുറത്തുള്ള അമിത. അപ്പോൾ ഈ കുട്ടിയെ ചെക്ക് ചെയ്യല, 500 രൂപ കൊടുത്തിട്ട് തന്നെ സാധനം വാങ്ങിക്കൊണ്ടുപോകാം.
അപ്പോൾ 150 രൂപക്ക് വാങ്ങിയോ അല്ലെങ്കിൽ 100 രൂപക്ക് വാങ്ങിയോ, എന്നാൽ ഈ കുട്ടിക്ക് ബോധമുണ്ട്, ദുനിയാവ് നോക്കാൻ പറ്റിയ കുട്ടിയായിട്ടുണ്ട്. അവന് തോന്നിയ വിലക്ക് വാങ്ങിക്കൊണ്ടു വന്നാലോ, സാധനം കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിക്സഡ് റേറ്റ് അല്ലാത്ത സാധനങ്ങളുണ്ടാവും, എങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ റേറ്റ് വരുന്നതുണ്ടാവും. അപ്പോൾ അവന് സാധനം വാങ്ങുമ്പോൾ അങ്ങോട്ടും കൊണ്ട് തർക്കിച്ചിട്ടാണോ വാങ്ങുന്നത്, തർക്കിക്കാതെ ചോദിച്ച കാശിന് വാങ്ങിക്കൊണ്ടിരാണോ, തർക്കിച്ചിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അവന് ബോധം വന്നിട്ടുണ്ട്. തർക്കിക്കുന്നില്ലേ എന്നാൽ കുട്ടീൻ്റെ അടുത്ത് കാശ് കൊടുക്കൽ ഹറാമ. ആ കുട്ടിയോട് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറയലൊക്കെ ഹറാമോ. അവന് കാശ് കൊടുക്കാൻ പാടില്ല, കുട്ടികളെ കയ്യിൽ കാശ് കൊടുക്കാൻ പാടില്ല. സന്തോഷത്തിന് നമ്മൾ ചെറിയ കുട്ടികളെ കയ്യിൽ കാശ് കൊടുക്കും, കാശ് ഏൽപ്പിച്ചു കൊടുക്കൽ ഹറാമാണ്. അതേസമയം രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് സന്തോഷത്തിന് വേണ്ടി കുട്ടികളെ കയ്യിൽ കാശ് കൊടുക്കുക, ഈ രക്ഷിതാവ് ആ കാശ് പിന്നീട് വാങ്ങും, ആ രക്ഷിതാവ് സൂക്ഷിക്കും എന്നുള്ള നിലക്ക് ആ ഉറപ്പാണെങ്കിൽ മാത്രമേ കുട്ടികളെ കയ്യിൽ കാശ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളെ കയ്യിൽ കാശ് കൊടുക്കൽ ഹറാമാണ്. കാശിന് സ്ഥാനമുണ്ട്. 1 രൂപ, ആ 1 രൂപ വലിച്ചെറിയാൻ പാടുണ്ടോ? ഇവന് ആവശ്യമില്ല, വലിച്ചെറിയൽ ഹറാമാണ്. 10 രൂപ, ആ 10 രൂപ അവനൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴ്ഭാഗത്തേക്ക് വീണുപോയി, 10 രൂപ അല്ല, അത് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇത് ഹറാമ. ആ 10 രൂപ കളയാൻ പാടില്ല. അതെടുത്തിട്ട് 10 രൂപ അവന് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ളവന് കൊടുക്കണം. ഒരു മയ്യത്ത് മറമാടുമ്പോൾ ആ മയ്യത്തിൻ്റെ ഖബറിൻ്റെ ഉള്ളിൽ കുറച്ച് സ്വർണമോ കാശോ മറന്നു വെച്ചു. എന്നാൽ ആ മയ്യത്തിനെ മാന്തിയിട്ട് ആ കാശ് അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് മക്കൾ നല്ല ഉത്ബുദ്ധതയുള്ള മോനാണോ എന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് മക്കൾക്കും ഒരു 10 വയസ്സാകുമ്പോഴാണ് അത് തുടങ്ങുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ ഉത്ബുദ്ധതയും പൂർണ്ണ ധാർമ്മിക ബോധവും ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു തആല അന്നേരം രണ്ടാമതായി ഒന്നും കൂടെ ഹൃദയം കഴുകി അതിൽ നല്ല സ്വഭാവങ്ങളും ശീലങ്ങളൊക്കെ അതിൽ നിക്ഷേപിച്ച് രണ്ടാമതായി വറുജൂലിയത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരുഷം, നബി തങ്ങളുടെ റുജൂലിയത്ത് എന്ന പൗരുഷം, പുരുഷത്വം, അത് സമ്പൂർണ്ണമാക്കാൻ വേണ്ടി ബിലാ നുഖ്സ്വാൻ, യാതൊരു കുറവുമില്ലാതെ സമ്പൂർണ്ണമാക്കാൻ വേണ്ടിയാണ്. അതാണ് രണ്ടാം പ്രാവശ്യം ഹൃദയം കഴുകിയതിലുള്ള യുക്തി. വഫിസ്സാലിസ, മൂന്നാം പ്രാവശ്യം ഹൃദയം കഴുകി. ഇത് ഫജഅഹുൽ വഹ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് പെട്ടെന്ന് വന്നപ്പോൾ ഹിറാ ഗുഹയിൽ ഇങ്ങനെ സ്വന്തം ഇരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു തആല വഹ്യ് ഔദ്യോഗികമായി ഭൂമിയിൽ വെച്ച് വഹ്യ് കൊടുത്ത സന്ദർഭം, മലക്ക് മുഖേനുള്ള വഹ്യ്. അതിനു മുമ്പ് ഇൽഹാമിൻ്റെ വഹ്യും സ്വപ്നത്തിൻ്റെ വഹ്യും നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. മലക്ക് മുഖേനുള്ള വഹ്യ് അതാണ് ഗൗരവമുള്ള വഹ്യ്. സ്വപ്നത്തിലുള്ള വഹ്യ് ഗൗരവമുള്ള വഹ്യ് അല്ല. അതുപോലെ മനസ്സിൽ വരുന്ന ഇട്ടുകൊടുക്കുന്ന ബോധനം, ദിവ്യബോധനം, അത് ഗൗരവമുള്ള വഹ്യ് അല്ല. മലക്ക് വരുന്ന വഹ്യ് അത് ഗൗരവമുള്ള വഹ്യ്. കാരണം മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹുവിൻ്റെ തജല്ലിയാണ് വരുന്നത്. അത് ഭയങ്കര ജിബ്രീലിനുള്ള പേടിയല്ല. ജിബ്രീൽ മലക്കാന്ന് റസൂലൊക്കെ പണ്ടേ അറിയാം. ജിബ്രീലിന് എന്ത് പേടിച്ചു? ജിബ്രീലിൻ്റെ കോലത്തിൽ വരികയാണെങ്കിൽ പേടിച്ചാലൊന്നുമില്ല. ജിബ്രീലിന് എപ്പോഴും വരാം. ജിബ്രീലിനേക്കാൾ വലിയ ഊക്കും ശക്തിയുള്ള ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനേക്കാൾ പവറുണ്ട് റസൂലുള്ളാഹിക്ക്, എല്ലാം കൊണ്ടും പവറുണ്ട്. അപ്പോൾ ജിബ്രീൽ വഹ്യ് വരുമ്പോൾ വിയർക്കണതും വഹ്യ് വരുമ്പോൾ കതക്കണതും, എത്ര തണുപ്പുള്ള രാത്രിയാണെങ്കിലും ആയിഷ ബീവി പറയാണ്, എത്ര തണുപ്പുള്ള രാത്രിയാണെങ്കിലും വഹ്യ് വന്നാൽ അള്ളാഹിൻ്റെ ഹബീബ് വിയർത്തു പോകും. അള്ളാഹിനോടുള്ള ബഹുമാനം, അള്ളാഹുവിൻ്റെ തജല്ലിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ സംഭവിക്കുന്നത്. വഹ്യ് വരുമ്പോൾ, മലക്കിലൂടെ വഹ്യ് വരുമ്പോൾ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തജല്ലിയാണ്. അള്ളാഹുവിൻ്റെ തജല്ലിയാവുമ്പോൾ
അത് ജിബ്രീലിനല്ല അവിടെ അനുഭവിക്കുന്നത്, അള്ളാഹുവിനെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വഹി വരുമ്പോൾ ബഹുമാനത്തോടെയും ഭയത്തോടെയും ഭാരത്തോടെയും അള്ളാഹിൻ്റെ ഹബീബ് ആ വഹി ശ്രദ്ധിക്കുന്നതും അവിടുന്ന് വിയർത്തു പോകുന്നതും അവിടുന്ന് ഇടുങ്ങിപ്പോകുന്നതും. അതുപോലെ വഹി വരാതിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ വഹി, ജിബ്രീൽ മലക്കിലൂടെയുള്ള വഹി വരാതിരിക്കുമ്പോൾ അള്ളാഹു നബി വല്ലാതെ വിഷമിച്ചതും ബേജാറായതും വല്ലാതെ ഫീലിങ്ങിലായി പോയതും എന്താ? അത് ജിബ്രീൽ വരാത്തോണ്ടല്ല, അള്ളാഹുവിൻ്റെ അനുഭവം. അള്ളാഹുവിനെ അനുഭവിക്കലാണ് വഹയിലൂടെ. ആ അള്ളാഹുവിന് അനുഭവമില്ലാതെ ആയാലും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ആ അടിമക്ക് മരണതുല്യമാവും. അള്ളാഹുമായിട്ടുള്ള കണക്ഷന് ഉണ്ടായിരുന്ന വ്യക്തിക്ക് ആ കണക്ഷൻ കിട്ടാതായി പോയാൽ ആ വ്യക്തിക്ക് പിന്നെ ഉറക്കവും ഭക്ഷണവും ഒന്നും ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല, മരണതുല്യമാവും. റസൂലുള്ളാഹിക്ക് മരണതുല്യായി. വഹി ആദ്യം വന്ന് അനുഭൂതിയൊക്കെ ഉണ്ടായി, പിന്നെ കുറേ വഹി വരാതായി പോയി. അള്ളാഹിൻ്റെ നബി വലിയതിലും കറങ്ങി, ഫീലിംഗ് ഉണ്ട്. ഫീലിംഗ് ഉണ്ടായാൽ അതിൻ്റെ പ്രകൃതിയുടെ സൈക്കോളജിയാണ്, പ്രകൃതിക്ക് അറിയാനില്ല സൈക്കോളജി, പ്രകൃതിയുടെ സൈക്കോളജിയാണ് ഒരിടത്ത് ഇരിക്കരുത്, കറങ്ങണം. അപ്പം കറങ്ങിപ്പോയി ഹിറ, മക്കയിൽ നിന്ന് പോകുന്നത് ഹിറൻ്റെ ഭാഗത്തേക്ക്. അവിടെ നിന്നാണ് ആദ്യം വായം വന്നത്. ആദ്യം പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നി. അവിടെ എത്തി നോക്കുമ്പോൾ സമാധാനം വരുന്നില്ല, വഹി വരുന്നില്ല. അപ്പോൾ മലൻ്റെ മുകൾക്ക് കയറണം എന്ന് തോന്നി. റസൂലുള്ളാഹി മലൻ്റെ മുകൾക്ക് കയറി. നല്ല പ്രയാസമാണ് എൻ്റെ മുകൾക്ക് കയറാൻ. മലൻ്റെ മുകൾക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. 1 മണിക്കൂർ കയറണം. ഏത് യുവാവും കരച്ചു പോവും, വിയർത്തു പോവും. അങ്ങനെ എൻ്റെ മുകൾക്ക് കയറിയിട്ടും വഹി വരുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത സൈക്കോളജി എന്താ? മുകളിൽ കയറിയ വ്യക്തിക്ക് ഫീലിംഗ് വന്നാൽ അവിടുത്തെ സൈക്കോളജി സ്റ്റാറ്റസ് ചേഞ്ചിങ്, അതാണ് അവിടുത്തെ സൈക്കോളജി. അപ്പോഴത്തെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പ്രകൃതി. മുകളിൽ നിൽക്കുന്ന വ്യക്തി ചേഞ്ച് ചെയ്യലെങ്ങനെ? മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറ്റുന്ന അത്ര അകലത്തേക്ക് ചാടുക, അതാണ് അവിടെ പ്രകൃതി ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഹിറാമാല വലിയ മലയാണെങ്കിലും അതിൻ്റെ നേരെ താഴോട്ടും ചാടാൻ കഴിയും. ആത്മഹത്യ എന്ന് ചിലർ വിചാരിച്ചു. അത് തെറ്റാണ്. ആത്മഹത്യ ചെയ്തതല്ല, വഹി വരാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. അത് അറിവുകേടാണ്. ആത്മഹത്യ ഒരിക്കലും റസൂലുള്ളാഹി വിചാരിക്കുക പോലുമില്ല. അത് സ്റ്റാറ്റസ് ചേഞ്ചിങ് ആണ്. മലയുടെ മുകളിൽ നിന്ന് എത്രയും താഴോട്ട് ചാടാൻ നബിത്തങ്ങൾ കഴിയുമോ, ചാടിയാൽ ഒന്നും എനിക്ക് പറ്റൂല എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ട്. മൊയ്തീൻ ശൈഖ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫീലിങ്ങുകൾ വരുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ഫീലിംഗ് വന്നാൽ റിഫായി ശൈഖ് ചെയ്തിട്ടുണ്ട്, മൊയ്തീൻ ശൈഖ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കുത്തുബീങ്ങളും ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ ഇത് ജദ്ബാണ്. ജദ്ബല്ല. എന്താ ജദ്ബ്? അത് ജദ്ബിനെ പറ്റി പഠിക്കണം. റസൂലുള്ളാഹി മജ്ദൂബായി. ഔലിയാക്കന്മാർക്ക് ജദ്ബുണ്ടായതുപോലെ റസൂലുള്ളാഹിക്ക് ജദ്ബുണ്ടായി എന്നല്ല ഈ പറയുന്നത്. ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് സംശയമായിട്ട് വരും. ഒന്നും പഠിക്കാത്ത ആളുകൾ പലതും തെറ്റിദ്ധരിച്ചു പോവും. അതുകൊണ്ട് അതെല്ലാം പാടെ പറയാൻ സമയമല്ല. അത് ജദ്ബുന്നല്ല, അത് സ്റ്റാറ്റസ് ചേഞ്ചിങ്. ഔലിയാക്കന്മാരും ചെയ്യും, അമ്പിയാക്കന്മാരും ചെയ്യും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴോട്ട് ചാടിയാലോ എന്ന് വിചാരിച്ച് ചാടാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അത് കള്ളക്കഥയെന്ന് പറയാൻ പറ്റൂല, സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ജിബ്രീൽ ഇസ്ലാം പിന്നിലൂടെ വന്ന് പിടിച്ചു, നബിയെ ചാടണ്ട, അരുത്, അന്ത നബിയുല്ലാഹി ഹഖ, അങ്ങ് അള്ളാഹിൻ്റെ ഹക്കായ പ്രവാചകർ തന്നെയാണ്, അങ്ങക്ക് വഹി വരും, അങ്ങ് ഒരിക്കലും സങ്കടപ്പെടരുത്. അപ്പോൾ പിന്നെ ചാടിയാലൊന്നും പറ്റൂല. പിന്നെ എന്താ ജിബ്രീൽ പിടിക്കണമെന്നായ സംശയം. ജിബ്രീൽ പിടിക്കുന്ന റസൂലുള്ളാഹിക്ക് എന്തോ പറ്റിയതുകൊണ്ടല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന അള്ളാഹു, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ജിബ്രീൽ, അവർക്കൊരു ആ ജിബ്രീലിനൊരു കടപ്പാടില്ലേ? റസൂലുള്ളാഹി ഇങ്ങനെ ഫീലിംഗ് ഇടങ്ങേറായി ചാടിയിട്ടും പൊന്തിയിട്ടും
മൽമ കയറുക, പിന്നെയും ചാടുക, ഇങ്ങനെ ഫീലിംഗ് ആയി നടക്കല്ലേ, സമാധാനിപ്പിക്കണ്ടേ? ആ സമാധാനിപ്പിക്കാനാ വന്നത്. ഏറ്റവും വലിയ ചേഞ്ചിങ്, സ്റ്റാറ്റസ് ചേഞ്ചിങ് അതിൻ്റെ ഒരുങ്ങണ്ട, അതിൻ്റെ ആവശ്യമില്ല. വഹി അടുത്ത് വരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നാൽ പിന്നെ എന്തിനാ അള്ളാഹ് അങ്ങനെ ഇടങ്ങേറാക്കണ്? വഹി ആദ്യം വന്നിട്ട് പിന്നെ വഹി തീരെ കൊടുക്കാതെ ഇടങ്ങേറാക്കണ എന്തിനാ എന്നൊരു സംശയമുണ്ട്. അതിന് അള്ളാഹു താല ഖാബിദ്, ഖാഫിദ്, ഇങ്ങനെ അള്ളാഹു താല 2 ഇസ്മുണ്ട്. ഖാബിദ്, ബാസിത്ത്. ഖാബിദ് പറഞ്ഞ ഇസ്മുണ്ട് അള്ളാഹു താലാക്ക്, ബാസിത്ത് പറഞ്ഞ ഇസ്മുണ്ട്. ഇത് രണ്ടും അള്ളാഹ് പ്രയോഗിക്കും. അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും അള്ളാഹു പ്രയോഗിക്കുന്ന 2 ഇസ്മാണ് ഖാബിദ്, ബാസിത്ത്. അള്ളാഹു നല്ല രൂപത്തിൽ പെരുമാറി വഹയും ദിവ്യ ബോധനവും വഹയും അള്ളാഹു അങ്ങോട്ട് സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ ഇടയിൽ കുറച്ചാൽ അള്ളാഹു താല ഒന്ന് പിണങ്ങണ മാതിരി അള്ളാഹ് നിന്ന് കൊടുക്കും. എന്തിനാണത്? ഇതെപ്പോഴും ഇങ്ങനെ കിട്ടിയാൽ ഇതിനോട് മൂല്യം കുറഞ്ഞു പോകും. മൂല്യം കുറയാതിരിക്കാൻ പിന്നീട് വഹയി എപ്പോഴും റസൂലുള്ളാഹിക്ക് വഹയി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ പോവുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും വഹയി വന്നുകൊണ്ടേയിരിക്കാൻ പോവുകയാണ്. അന്നേരം ഇത് ശല്യമായി മാറിയത്. അപ്പോൾ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു റസൂലുള്ളാഹിനെ. അത് അള്ളാഹിൻ്റെ സൈക്കോളജി. റസൂലുള്ളാഹിന്റെ നുബുവത്തിൻ്റെ എല്ലാ രംഗങ്ങളും നേരിടാൻ വേണ്ടി റസൂലുള്ളാഹിനെ ഒരുക്കുകയാണ് അള്ളാഹു തആല. മനസ്സുകൊണ്ട് ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കുറേ വിഷമിച്ച്, കുറേ കരഞ്ഞ്, കുറേ എനിക്ക് എന്തായാലും വഹയി വരണം എന്നുള്ള ആ വാശി, ഞാൻ മരിച്ചാലും വേണ്ടിയില്ല എനിക്ക് വഹയി വരണം എന്നുള്ള വാശിയിലേക്ക് റസൂൽ എത്തിയ പിന്നെ അള്ളാഹു തആല വഹയി എടുത്തു. പിന്നെ അള്ളാഹു തആല വഹയി മുറിച്ചിട്ടില്ല, എപ്പോഴും വഹയി. അപ്പം അങ്ങനെ അള്ളാഹു ചെയ്യുന്നതിലൊക്കെ വലിയ യുക്തിയുണ്ട്. 3-ാം പ്രാവശ്യം അങ്ങനെ ഹിറയിലിരിക്കുമ്പോഴാണ് ആദ്യം വഹയി വരുന്നതിൻ്റെ മുമ്പ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും അതിനെ ശുദ്ധീകരിച്ചു, കഴുകി. ഇത് ഫജഅഹുൽ വഹയു, വഹയി പെട്ടെന്ന് വന്നപ്പോൾ, വൽ ഖുർആൻ, ആദ്യമായി ഖുർആൻ വരുന്ന ആ സമയം. അന്നേരം എന്തിനാണ് അങ്ങനെ ഹൃദയം കീറിയത്? അതിലുള്ള ഹിക്മത്ത് എന്താണ്? യുക്തി എന്താണ്? ഇഅദാദുഹു ലിതലഖിൽ ഖൗലി സഖീൽ, ഭാരമേറിയ ദിവ്യവചനം സ്വീകരിക്കാൻ പാകപ്പെടുത്തലാണ്. റസൂലുള്ളാഹിനെ പാകപ്പെടുത്തിയതാണ്. ഇഅദാദുഹു, അല്ലാഹു തആല പാകപ്പെടുത്തി, ഒരുക്കി റസൂലുള്ളാഹിന്റെ ഖൽബിനെ. ലിതലഖിൽ ഖൗലി സഖീൽ, കൽബ് കൊണ്ടാണ് എല്ലാം സ്വീകരിക്കുന്നത്, എല്ലാം നടക്കുന്നത് കൽബിലാണ്. ലിതലഖിൽ ഖൗലി സഖീൽ, ഭാരമേറിയ ദിവ്യവചനത്തെ സ്വീകരിക്കാൻ. ബിഅഖ്വൽ ജനാൻ, ദൃഢമായ ഹൃദയത്തോടെ, ശക്തിയുള്ള ഹൃദയത്തോടെ. അഫിർ റാബിഅത്തി, 4-ാം പ്രാവശ്യം സംഭവിച്ചത്. 4-ാം പ്രാവശ്യം ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് കഴുകി. ലൈലത ഉരിജ ബിഹി, അത് റസൂലുള്ളാഹിനെ ആകാശങ്ങളിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും അർശിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി രാപ്രയാണം നടത്തി. ആ രാത്രിയാണ് വീണ്ടും കഴുകിയത്. മക്കയിൽ വെച്ച് അള്ളാഹിന്റെ ഹബീബ് ഉമ്മുഹാനീന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹിനെ പൊക്കിക്കൊണ്ടുപോയി. അങ്ങനെ കഅബാലയത്തിന്റെ ഹിജ്ർ ഇസ്മായിൽ അവിടെ കിടത്തി. അവിടുന്ന് കഴുകി, ഹൃദയം കഴുകി, ഓപ്പറേഷൻ ചെയ്തെടുത്ത് കഴുകി, പിന്നെ ആകാശത്തേക്ക് കൊണ്ടുപോയി. അതെന്തിനാ? ലി മുആയനത്തിർ റഹ്മാൻ, അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടി. അള്ളാഹിനെ ദർശിക്കുമ്പോൾ നല്ല കരുത്ത് വേണം. അതിന് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന് അതുവരെ ഇല്ലാത്ത കരുത്ത്. അള്ളാഹിനെ നേരത്തെ ദർശിച്ചിട്ടില്ലേ റസൂലുള്ളാഹി? അന്ന് ദർശിക്കണേ. ആദ്യം യാതൊരു വിലക്കുമില്ലാതെ, യാതൊരു മറയെ പടക്കാതെ, മറകളെ പടക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ ആദ്യമായി ദർശിച്ച പടപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അള്ളാഹിനെ അനുഭവിച്ച അത്ര, അള്ളാഹിനെ ദർശിച്ച അത്ര വേറെ ഒരു സൃഷ്ടിയും ദർശിച്ചിട്ടില്ല. റസൂലുള്ളാഹി അള്ളാഹിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, ദർശിച്ചിട്ടുണ്ട്. അള്ളാഹ് ആദ്യം പഠിച്ച സമയത്ത്. പിന്നെ എന്തിനാണ്? അള്ളാഹിനല്ലാതെ വേറൊന്നും കാണാനില്ല. റസൂലുള്ളാഹിനെ പഠിച്ചിട്ട് പിന്നെ അള്ളാഹിനല്ലാതെ വേറൊന്നിനും കാണാനില്ല, വേറൊന്നിനും പഠിച്ചിട്ടില്ല. അള്ളാഹിനെ മാത്രമേ കാണുന്നുള്ളൂ. റസൂലുള്ളാഹി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് എത്രയോ വഹയി നടന്നു.
പഞ്ചാര വഹയുകളൊക്കെ അന്നാ നടന്നത്. പിന്നെന്തിനാണ് ഇപ്പോൾ അള്ളാഹിനെ ദർശിക്കാൻ വേണ്ടി മിഅ്റാജിന്റെ രാത്രി ഒന്നും കൂടെ ഹൃദയം കഴുകിയത്? അന്നത്തെ ദർശനം ഇന്നത്തെ ദർശനം വ്യത്യാസമുണ്ട്. അന്നത്തെ ദർശനം റൂഹുൽ അർവാഹിന്റെ ദർശനമായിരുന്നു. അന്ന് ആത്മാവ്, റസൂലുള്ളാഹിന്റെ ആത്മാവിനുള്ള കഴിവ്, എല്ലാവരും ആത്മാവിന് ശരീരത്തിനേക്കാൾ കഴിവുണ്ട്. ആത്മാവിൻ്റെ നോട്ടം, റൂഹിൻ്റെ നോട്ടം, നമ്മളെല്ലാവരും റൂഹിന് നോക്കുകയാണെങ്കിൽ ഈ കണ്ണ് ശരീരത്തിലുള്ള കണ്ണാണ്. റൂഹിന് ഇതേപോലത്തെ കണ്ണുണ്ട്. ശരീരത്തിനുള്ള അതേ കണ്ണ് റൂഹിനുമുണ്ട്. ശരീരത്തിൽ ആ കണ്ണ് ഇറങ്ങിയാൽ പിന്നെ ശരീരത്തിൻ്റെ വിധിയാണ്, ഇഫക്റ്റാണ് ആ റൂഹിനും ഉണ്ടാവുക. റൂഹ് ശരീരത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ശരീരത്തിനുള്ള എല്ലാ ഭാഗവും റൂഹിനുമുണ്ട്. കണ്ണും ചെവിയും കാലും കയ്യും എല്ലാം ഉണ്ട്. അതുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട് റൂഹിന്. അപ്പോൾ ശരീരത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് റൂഹിൻ്റെ കാഴ്ച ഒറ്റ നോട്ടം കൊണ്ട് മശ്രിഖും മഗ്രിബും ആകെ കാണും. അങ്ങനെയുള്ള കഴിവ് റൂഹിനിക്കുണ്ട്. ഒരൊറ്റ കാലടി വെച്ചാൽ മശ്രിഖിന്ന് മഗ്രിബിലെത്തും റൂഹ്. അങ്ങനെ റൂഹിന് പല കഴിവുണ്ട്. എല്ലാവരും റൂഹിനും ഉണ്ട്. കഴിവിൽ ഏറ്റ വ്യത്യാസമുണ്ട്. സാധാരണ നോർമൽ റൂഹിൻ്റെ കഴിവാണ് പറയുന്നത്. അതിൽ തന്നെ കുറേ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ശരീരത്തിനെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹിനെ കണ്ടുകൊടുത്ത് അത് റൂഹിൻ്റെ ഇഫക്റ്റാണ്. അവിടെ കൂടുതൽ ശക്തിയുണ്ട്. ശരീരത്തിനെ പടച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ ശരീരത്തിന് കോട്ടങ്ങൾ വരാതെ ബുദ്ധിമുട്ട് അള്ളാഹിനെ കാണുമ്പോൾ ദർശിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ അള്ളാഹിനെ ദർശിക്കണം. കണ്ണുകൊണ്ട് കാണുക, ശരീരത്തിലുള്ള കണ്ണുകൊണ്ട്, ശരീരത്തിലുള്ള ഹൃദയം കൊണ്ട്. അപ്പോൾ അള്ളാഹിനെ കാണുമ്പോൾ, അള്ളാഹിനെ കാണുന്ന സമയത്തുള്ള ഡോസ്, കൽബിന് ഹൃദയത്തിനുണ്ടാവേണ്ട ശക്തി, ഊർജം, ഡോസ് ഉണ്ട്. ആ ഡോസ് കൊടുക്കാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിന്റെ രാത്രി മലക്കുകൾ ഒന്നും കൂടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തത്. ഇഅദാദുഹു, റസൂലുള്ളാഹിനെ ഒരുക്കിയതാണ് ലിർറുഖിയ്യി, വാനലോകത്തേക്ക്, അദൃശ്യ ലോകത്തേക്ക് കയറാൻ, വൽ മുശാഹദാത്തി, അവിടെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ, വൽ ഇയാൻ, അള്ളാഹുവിനെ നേർക്കുനേർ കാണാൻ, ശരീരത്തിലുള്ള കണ്ണുകൊണ്ട് കാണാൻ. അതിന് അള്ളാഹിൻ്റെ ഹബീബിനെ ഒരുക്കാനാണ് നാലാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹിനെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തത്. റസൂലുള്ളാഹിൻ്റെ അത്ര സമ്പൂർണത ഒരു വിഷയത്തിലും ഒരു മലക്കിനോ ഒരു വലിയനോ നബിക്കോ മുർസലിനോ ആർക്കില്ല. അള്ളാഹു തആല മുത്തനബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട് ജീവിച്ച് അങ്ങനെ മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വകതിരിവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഉത്ബുദ്ധത, വേർതിരിവ്, തിരിച്ചറിവ്. സ്വയം മൂത്രിച്ച് വൃത്തിയാക്കാനും മലമൂത്ര വിസർജനം നടത്തി അത് സ്വയം വൃത്തിയാക്കാൻ, ഇപ്പോൾ വൃത്തിയായിട്ടുണ്ട് എന്നുള്ള ബോധം വരുന്നത് വരെ നല്ലോണം വൃത്തിയാക്കാനുള്ള ഉത്ബുദ്ധത ഉണ്ടാകുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉത്ബുദ്ധത ഉണ്ടാകുക. അതിനാണ് വകതിരിവ് എന്ന് പറയാം. ഓരോന്നും വക തിരിച്ചുള്ള അറിവ്.